പീപ്പിൾസ് പാർട്ടി ഓഫ് കാനഡ നേതാവായ മാക്സിം ബെർണിയർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ അടുത്തിടെ നടത്തിയ ഒരു പോസ്റ്റ് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. കാനഡയുടെ പുതിയ കുടിയേറ്റ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്ന ഇന്ത്യൻ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ, പ്രത്യേകിച്ച് പഞ്ചാബ്, ഹരിയാന എന്നീ വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെയാണ് പോസ്റ്റിൽ പരാമർശിക്കുന്നത്. നിങ്ങളുടെ ഡിപ്ലോമ കംപ്ലീറ്റ് ആയാൽ നിങ്ങൾ തിരിച്ചു പോകണമെന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത്. ഒൻറ്റാറിയോ, മാനിറ്റോപ്പ, ബ്രിട്ടീഷ് കൊളംബിയ, പ്രിൻസ് എഡ്വേർഡ് ദ്വീപ് എന്നിവയുൾപ്പെടെ നിരവധി കനേഡിയൻ പ്രവിശ്യകളിലുടനീളം ഇന്ത്യൻ അന്തർദേശീയ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. കനേഡിയൻ ഗവൺമെന്റിന്റെ സമീപകാല ഇമിഗ്രേഷൻ മാറ്റങ്ങൾക്കെതിരെയാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. കനേഡിയൻ സർക്കാരിന്റെ പുതിയ ഇമിഗ്രേഷൻ മാറ്റങ്ങൾ സ്ഥിരതാമസ നാമനിർദ്ദേശങ്ങൾ 25% കുറയ്ക്കുകയും പഠന അനുമതികൾ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. വർക്ക് പെർമിറ്റ് കാലഹരണപ്പെടുകയും സ്ഥിരതാമസത്തിനുള്ള അവസരങ്ങൾ കുറയുകയും ചെയ്യുന്നതിനാൽ 70,000-ലധികം വിദ്യാർത്ഥി ബിരുദധാരികൾ നാടുകടത്തൽ ഭീഷണി നേരിടുകയാണ്. ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതിന് ശേഷം 2018-ൽ PPC സ്ഥാപിച്ച മുൻ കൺസർവേറ്റീവ് MP-യായ ബെർണിയർ കുടിയേറ്റത്തെക്കുറിച്ചുള്ള തന്റെ തുറന്ന കാഴ്ചപ്പാടുകൾ വെട്ടിത്തുറന്ന് പറയുന്ന വ്യക്തിയാണ്. വിദേശ വിദ്യാർത്ഥികളുടെയും തൊഴിലാളികളുടെയും കടന്നുകയറ്റം കാനഡയിലെ പാർപ്പിട ആരോഗ്യ പരിപാലന സംവിധാനങ്ങളിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായെന്ന് വാദിക്കുന്ന അദ്ദേഹം കർശനമായ ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങൾക്കായി ദീർഘകാലമായി വാദിച്ചു വരികയായിരുന്നു. പീപ്പിൾസ് പാർട്ടി ഓഫ് കാനഡയുടെ നേതാവായ മാക്സിം ബെർണിയർ ഈ വർഷം ആദ്യം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അവരുടെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു, പക്ഷേ ഞങ്ങൾക്ക് അവർ ഒരു പേടി സ്വപ്നമാണ്. നാടുകടത്തൽ നേരിടുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പോരാട്ടങ്ങളെ അദ്ദേഹം പരിഹസിക്കുകയായിരുന്നു. കാനഡയിലെ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനെക്കുറിച്ചുള്ള തൻ്റെ ആശങ്കകളും അദ്ദേഹം പോസ്റ്റിൽ പങ്കുവച്ചിരുന്നു. ഇത് കാനഡയുടെ ഭവന പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് കുടിയേറ്റ അഴിമതിയെന്നും മാക്സിം ബെർണിയർ വിശേഷിപ്പിച്ചു. പാർപ്പിടം, ആരോഗ്യം, മറ്റ് സേവനങ്ങൾ എന്നിവയിലെ സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനായി ജനുവരിയിൽ ട്രൂഡോ സർക്കാർ അന്താരാഷ്ട്ര വിദ്യാർത്ഥി പെർമിറ്റ് അപേക്ഷകൾക്ക് 2 വർഷത്തെ പരിധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2023 അപേക്ഷിച്ച് 2024-ൽ വിദ്യാർത്ഥികളുടെ എണ്ണം 35% കുറയ്ക്കാനും 2025-ൽ 10% കുറയ്ക്കാനുമാണ് ലക്ഷ്യമിട്ടിരുന്നത്. വളരെ കാലമായി അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ കാനഡയിൽ സ്ഥിരതാമസമാക്കുന്നതിനുള്ള ഒരു മാർഗമായി വിദ്യാർത്ഥി വിസകൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. ബിരുദം നേടിയ ശേഷം അവർക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റുകൾ ലഭിക്കും. അവർ എന്ത് പഠിച്ചാലും ഏത് മേഖലയിലും ജോലി ചെയ്യാൻ അവരെ അനുവദിക്കുന്നുമുണ്ട്. പിന്നാലെ അവരുടെ പങ്കാളികൾക്കും വർക്ക് പെർമിറ്റുകൾ ലഭിക്കും. ഈ സംവിധാനം പൊതുമേഖലയുമായി പങ്കാളിത്തമുള്ള സ്വകാര്യ കരിയർ കോളേജുകൾ ഉൾപ്പെടെ നിരവധി സ്കൂളുകളുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. വ്യത്യസ്ത നിലവാരമുള്ള കോഴ്സുകൾ കോളേജുകൾ വാഗ്ദാനം ചെയ്യാനും തുടങ്ങി. ഇപ്പോൾ താൽക്കാലിക വിദേശ തൊഴിലാളികളുടെയും വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കുന്നതിന് കാനഡ സമ്മർദ്ദത്തിലാണ്. മെച്ചപ്പെട്ട ഭാവി പ്രതീക്ഷിച്ച് കാനഡയിലേക്ക് വന്നെങ്കിലും ഇപ്പോൾ നാടുകടത്തപ്പെടാനുള്ള സാധ്യത നേരിടുന്ന ആളുകളുടെ നിരാശയാണ് ഈ പ്രതിഷേധങ്ങൾ കാണിക്കുന്നത്. അടുത്ത വർഷത്തെ അവസാനത്തോടെ 7 ലക്ഷം വിദേശ വിദ്യാർത്ഥികൾ കാനഡ വിടേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട്. കാനഡയിൽ 50 ലക്ഷം താൽക്കാലിക പെർമിറ്റുകളുടെ കാലാവധിയാണ് അടുത്ത വർഷം അവസാനിക്കുന്നത്. ഇതിൽ 7,60,000 എണ്ണം ഇന്ത്യൻ വിദ്യാർത്ഥികളുടേതാണ്. താൽക്കാലിക പെർമിറ്റുകളുടെ കാലാവധി അവസാനിക്കുന്നതിനാൽ രാജ്യത്തെത്തിയ ഭൂരിഭാഗം ആളുകളും സ്വമേധയാ രാജ്യം വിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കനേഡിയൻ ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്.